ഒരു 10 മിനിറ്റ് പഠിച്ച് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് പഠിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ കോൺസെൻട്രേഷൻ പോകുന്നുണ്ടോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്സും അതിൻ്റെ കൂടെ കുറച്ച് ടിപ്സ് കൂടെ പറഞ്ഞുതരാം. ഹായ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ പോകുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ്. അത് ആർക്കായാലും പോകും. ഈ കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ടെക്നിക്സ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് ടിപ്സും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഈസ് ഒബ്വിയസ്ലി പൊമഡോറോ ടെക്നിക്. 20 to 25 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ നിങ്ങൾ ഒരു ഗാഡ്ജറ്റ്സും യൂസ് ചെയ്യാൻ പാടില്ല. ലൈക്ക് മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് പതുക്കെ നിങ്ങൾ ഈ ടൈം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു 40 to 45 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സോളം നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ഈ ബ്രേക്ക് എടുക്കുന്ന ടൈമിലൊന്നും നിങ്ങൾ ഫോണേ യൂസ് ചെയ്യാൻ പാടില്ല. ദ സെക്കൻഡ് ടെക്നിക് ഈസ് 3-2-1 ടെക്നിക്. അതായത് നിങ്ങൾ 3 തവണ വായിക്കാം. പഠിക്കുന്നവരെ 3 തവണ വായിക്കാം. 2 തവണ നിങ്ങളത് ഉറച്ച് പറയാൻ ശ്രമിക്കാം. എന്നിട്ട് ഒരു പ്രാവശ്യം നിങ്ങളത് കാണാതെ എഴുതാം. തേർഡ് വൺ ഈസ് ഫീമൻ ടെക്നിക്. അതായത് നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയാണിത്. അതിപ്പോൾ റിയൽ ആയിട്ടുള്ള ആൾ തന്നെ വേണമെന്നില്ല, ജസ്റ്റ് ഇമാജിൻ ചെയ്താലും മതി. ഇമാജിൻ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരാളിരിക്കുകയാണ്, ആ ആൾക്ക് നമ്മൾ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ടോപ്പിക് കുറച്ചുകൂടെ തറവാകും. ഈ 3 ടെക്നിക്സ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടും, മെമ്മറി പവർ കൂടും, നിങ്ങളുടെ സ്റ്റഡീസ് ഈസി ആക്കുകയും ചെയ്യും. ഞാൻ ഫോളോ ചെയ്യുന്ന ടിപ്സ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഇല്ലേ, ഫിസിക്സിലെ, കെമിസ്ട്രി, മാത്സിലൊക്കെ ഉള്ള ഇക്വേഷൻസ്, അത് നിങ്ങളൊരു സ്റ്റിക്കി നോട്ടിൽ എഴുതുക. എന്നിട്ട് നിങ്ങളുടെ വോളിൽ ഇത് ഒട്ടിച്ചു വെക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കും. കാണുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിലോട്ട് താനെ കയറും. രണ്ടാമത്തേത് 2 നോട്ട്ബുക്സ് എടുക്കാം. ഒന്ന് നല്ല നീറ്റായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതാനായിട്ടും, ഒരെണ്ണം നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള നോട്ട്ബുക്ക്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ വൃത്തിക്ക് എഴുതാന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. ഭയങ്കര ഒരു മടുപ്പ് വരത്തില്ല, കാണുമ്പോൾ പഠിക്കാനായിട്ട് തോന്നും. ആ ഒരു നോട്ടിൽ നിങ്ങൾ കുറച്ച് കളർഫുൾ, അതായത് ഹെഡിങ്സ് ഒക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ മടുപ്പ് വരത്തില്ല. കാണുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നും. സെക്കൻഡ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് നോട്ട്ബുക്കാണ്. അതായത് നമുക്ക് ഫിസിക്സിലെ പ്രോബ്ലംസ്, കെമിസ്ട്രിയിലെ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള ബുക്ക്. അങ്ങനെ ഒരു ബുക്ക് വെക്കാന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എഴുതുക, അതിന് പറ്റിയ പ്രോബ്ലംസും എഴുതി പഠിക്കാം. അതാകുമ്പോൾ നമുക്ക് എക്സാംസ് എല്ലാം വരുവാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊക്കെ എടുത്ത് നോക്കാൻ പറ്റും. ടെക്സ്റ്റ് നല്ലോണം വായിക്കണം. ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഫ്ലൂറസെന്റ് ഹൈലൈറ്റേഴ്സ് അല്ല, നല്ല പേസ്റ്റൽ കളേഴ്സിലെ ഹൈലൈറ്റേഴ്സ് കിട്ടും. ആ ഹൈലൈറ്റേഴ്സ് വെച്ച് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ മടുപ്പ് വരത്തില്ല. അതുകൊണ്ട് പേസ്റ്റൽ ഹൈലൈറ്റേഴ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ട്, വലിയ വൃത്തിയോടും വരത്തില്ല. ടെക്സ്റ്റിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ അണ്ടർലൈൻ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എക്സാംസ് എല്ലാം വരുവാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് അങ്ങനെ നോക്കാമല്ലോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഒരു ചെറിയ നോട്ട് പാഡ് എടുക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക. അതാകുമ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇക്വേഷൻസ് എല്ലാം മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോട്ട് പാഡ് എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കേടാ, ബൈ.